ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഡിപ്ലോമ കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് പോളിടെക്നിക് കോഴ്സ് എന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോഴ്സ് എടുത്താലുള്ള ഗുണങ്ങൾ, എങ്ങനെ ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാം, +2 എടുക്കാതെ നേരിട്ട് ഈ കോഴ്സിൽ പഠിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ കോഴ്സിന് ശേഷം എങ്ങനെ ഒരു എഞ്ചിനീയർ ആകാം, അല്ലെങ്കിൽ ബിടെക് എങ്ങനെ എടുക്കാം ഈ കോഴ്സിന് ശേഷം, ഈ കോഴ്സിൻ്റെ യോഗ്യത വെച്ച് തുടങ്ങിയവ നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. കൂടാതെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എങ്ങനെ ജോലി കണ്ടെത്താം എന്ന് നാം നോക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇത് ആവശ്യമുള്ള ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. എന്താണ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് നോക്കി തുടങ്ങാം. ഇതൊരു 3 വർഷ ഡിപ്ലോമ കോഴ്സാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല. ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടുവാൻ കഴിയും. അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കോഴ്സിനെ കുറിച്ച് നോക്കാം. 3 വർഷം ഉള്ള ഈ കോഴ്സിന് ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം ആകെ 6 സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാവുന്നതാണ്. അന്നേരം മെക്കാനിക്കൽ എഞ്ചിനീയർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. അതിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് മനസ്സിലാകും. ഇപ്പോൾ ഈ സൂചിപ്പിച്ചതിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാം എന്നതിനെക്കുറിച്ച് നോക്കാം. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നതിൽ നിങ്ങൾക്ക് 2 രീതിയിൽ അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ 10ാം ക്ലാസ് യോഗ്യത വെച്ച് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് 3 വർഷം പഠിക്കേണ്ടതായി വരുന്നു. രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, +2 സയൻസ് എടുത്തവർക്ക് ഈ കോഴ്സിൻ്റെ 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ലാറ്ററൽ എൻട്രി എന്നാണ് ഇതിന് പറയുക. അവർക്ക് ഈ ഡിപ്ലോമ കോഴ്സ് 2 വർഷം പഠിച്ചാൽ മതിയാകും. ഈ 2 രീതിയിൽ ഏത് രീതിയിലൂടെ ഈ കോഴ്സ് എടുക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും നിങ്ങൾ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിൽ പ്രവേശിച്ച്, അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അതിനു മുമ്പ് ഇവിടെ സൂചിപ്പിക്കുന്നതുള്ളൂ, ലാറ്ററൽ എൻട്രി വഴി ബിടെക് എടുത്ത് +2 പഠിക്കാതെ തന്നെ എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ച് തന്നെ അഡ്മിഷൻ എടുത്ത് അങ്ങനെ പോകാവുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾ +2 എടുത്തിട്ടാണ് പോളിക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവർ മെയിനായിട്ടും ഈ പോളിടെക്നിക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വെച്ച് കിട്ടുന്ന ജോലികളിൽ കണ്ടിട്ടായിരിക്കും അങ്ങനെ കോഴ്സിലേക്ക് ചേരുക. ഇങ്ങനെ 2 രീതികളുമുണ്ട്. ഈ 2 രീതിയിൽ ഏത് രീതി തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമ്മൾ പ്രധാനമായി ഈ വീഡിയോയിൽ പറയുന്നത് 10ാം ക്ലാസ്സിന് ശേഷം ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതിനെ കുറിച്ചാണ്. +2വിന് ശേഷം എടുക്കുന്നതിനെക്കുറിച്ച് ഇവിടെ വലുതായിട്ട് പറയുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചു എന്നുള്ളൂ. +2 സയൻസ് എടുത്തവർക്ക് ലാറ്ററൽ എൻട്രി വഴി ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ +2 എടുക്കാതെ ഈ കോഴ്സ് നേരിട്ട് പഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിൽ പ്രവേശിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും 10ാം ക്ലാസ്സിന് ശേഷം +2വിന് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഡിപ്ലോമ എടുക്കാവുന്നതാണ്. ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, +2 സയൻസ് എടുത്ത ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്കാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബിടെക്കിലേക്ക് പ്രവേശിക്കാം. അന്നേരം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 എടുക്കാതെ ബിടെക്കിന് പ്രവേശിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് +2 കഴിഞ്ഞ് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനുമുണ്ട്, ബിടെക്കിലോട്ട് നേരിട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഈ മാർഗത്തിലൂടെയാണെങ്കിൽ +2 എടുക്കാതെയും പോകാം. ലാറ്ററൽ എൻട്രി ആഗ്രഹിക്കുന്നവർക്ക് ഡിപ്ലോമയ്ക്ക് നല്ല ഉയർന്ന മാർക്ക് ഉണ്ടായിരിക്കണമെന്നതാണ് ഇതുണ്ട്. എന്നാന്ന് വെച്ചാൽ 50% അധികം മാർക്കുള്ളവർക്ക് മാത്രമേ ലാറ്ററൽ എൻട്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പല യൂണിവേഴ്സിറ്റികളിലും കഴിയുകയുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൽ തന്നെ ഉയർന്ന മാർക്കുള്ളവർക്കാണ് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ ലഭിക്കുക. ഇങ്ങനെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിടെക് 4 വർഷമാണെങ്കിൽ അത് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 2ാം വർഷത്തിലേക്കായിരിക്കും പ്രവേശിക്കുക. നിങ്ങൾക്ക് ഇതിലൂടെ ലാഭം എന്താണ് ലഭിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ +2 എടുത്ത് ബിടെക് എടുത്താൽ 6 വർഷം
+2 എടുക്കാതെ ഡിപ്ലോമ എടുത്ത് പിന്നെ ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിൽ കയറി അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വർഷമാകും? 3 വർഷം ഡിപ്ലോമയുടെയും പിന്നീടുള്ള 3 വർഷം 6 വർഷം തന്നെയാകും. അതുകൊണ്ട് തന്നെ ഈ 2 രീതിയും ഏകദേശം സമാനമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതുമാത്രമല്ല, 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഈ ഫീൽഡിലോട്ടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് +2 പഠിക്കാതെ ഇതിലോട്ട് തന്നെ ഇറങ്ങുകയും ചെയ്യാം. ഇനി നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഈ പോളിടെക്നിക് കോഴ്സ് എടുത്താലുള്ള ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുക, നിങ്ങൾക്കിപ്പോൾ ബിടെക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ ഈ പോളിടെക്നിക് കോഴ്സ് എടുത്തു. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടർന്ന് പഠിക്കാൻ പിന്നെ ആഗ്രഹമൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റാണ് കയ്യിലുണ്ടെങ്കിൽ അതിന് തൊഴിൽ സാധ്യത കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ +2 സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി ലഭിക്കുന്നത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വെച്ചായിരിക്കും. അതൊരു ഗുണമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ കഴിയുന്നു എന്നതാണ് ഒരു ഗുണമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇപ്പം +2 എടുക്കുകയാണെങ്കിലും +2വിലൊക്കെ ഇപ്പോൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ഫുൾ കോൺസെപ്റ്റ് ഒന്നും അല്ലായിരിക്കും പഠിക്കുന്നത്. അതിൽ വേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ 10 കഴിഞ്ഞ് ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡിപ്ലോമയ്ക്കകത്ത് ഭൂരിഭാഗവും നിങ്ങളുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മേഖലയിൽ തന്നെ പഠിച്ച് പോകാം എന്നതാണ്. ലാസ്റ്റ് ഇങ്ങോട്ട് തുടർ പഠനത്തിനും ഈ കോഴ്സ് കൊണ്ട് പറ്റും എന്നതുകൊണ്ട് തന്നെ ഇതും ഒരു ഗുണമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറൊക്കെ ആകണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഡിപ്ലോമ കോഴ്സിന് ശേഷം അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് ജോലി നേടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശമ്പളം അധികമില്ലെങ്കിൽ കൂടിയും ജോലികൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒരു പോളിടെക്നിക് കോഴ്സ് പഠിക്കുന്നതിലൂടെ. തുടർ പഠനത്തിൽ താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം +2 പഠിച്ചിട്ട് കിട്ടുന്ന ജോലിയെ കഴിഞ്ഞും വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലി ലഭിക്കുകയാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ലഭിക്കുന്നതിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത നിങ്ങളുടെ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ്. അതിന് ഇങ്ങനെ പറയുന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ, +2 പഠിച്ചിട്ട് നിങ്ങൾ ജോലി തിരയുകയാണെങ്കിൽ ലഭിക്കാത്ത ജോലിയും നിങ്ങൾക്കിപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോടെ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതകൾ കൂടും. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഇപ്പോൾ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. എങ്ങനെ അഡ്മിഷൻ നേടാം എന്ന് നോക്കുകയാണെങ്കിൽ, ഈ കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ നേടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പോളിടെക്നിക് കോഴ്സിന് വേണ്ടി അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന 3 വർഷ ഡിപ്ലോമ കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ പോളിടെക്നിക് എന്താണെന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരിക്കും. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കോഴ്സുകൾ പ്രദാനം ചെയ്യുന്ന ഈ കോളേജുകളാണെന്ന് പറയാവുന്നതാണ്. സാങ്കേതികപരമായ വിദ്യാഭ്യാസം നൽകുക എന്നതായിരിക്കും ഇങ്ങനെയുള്ള കോളേജുകളിലുള്ള കോഴ്സുകളുടെ എല്ലാം തന്നെ പ്രത്യേകത എന്നത്. ഇനി നമുക്ക് എങ്ങനെ ജോലി നേടാം എന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒന്നുമെങ്കിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പോളിടെക്നിക് കോഴ്സ് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സായ ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഡിഗ്രി കോഴ്സായ BO, BTechോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൂടി നേടിയ ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വെച്ച് എങ്ങനെ ജോലി നേടാം എന്ന് നോക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് ജോലിയൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യോഗ്യത വെച്ച് PSC എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. PSC വഴി നിങ്ങൾക്ക് ഗവൺമെൻറ് മേഖലകളിൽ ജോലി നേടാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് തസ്തികകളുള്ള ഒഴിവിലേക്ക് നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ്. രണ്ടാമത്തെ രീതി, നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിലും ഇതുപോലുള്ള ഒഴിവുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് ജോലി നേടാവുന്നതാണ്. ഉദാഹരണത്തിന് റെയിൽവേയിലൊക്കെ ജോലി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലി എങ്ങനെ നേടാമെന്ന് നോക്കുകയാണെങ്കിൽ, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ എവിടെയൊക്കെ പോസ്റ്റിന് ഒഴിവ് കാണുന്നോ അവിടെയെല്ലാം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെയും ജോലി കണ്ടെത്തുവാൻ ശ്രമിക്കാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, ജോലി ലഭിക്കുക എന്നത് ചില കോളേജുകളിലൊക്കെ തന്നെ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴേക്ക് പ്ലേസ്മെൻറ്റ് ലഭിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്.
ചില കോളേജുകളിൽ അങ്ങനെയുള്ളതൊന്നും ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നല്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അന്വേഷണത്തിലൂടെ ജോലി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയെക്കുറിച്ച് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നതാണ് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഏതാനും ചില തൊഴിൽ മേഖലകളാണ്.